അപ്പോൾ അതിൻ്റെ തുടക്കം കുറിക്കലും കൂടി നമ്മൾ ഭൂമി പൂജകളിലൂടെ നടത്തി ശിവദം മുത്തശ്ശൻ വീട് അതിഗംഭീരമായിട്ട് ഉയരുവാൻ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ആവശ്യമാണ്. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടി വന്നു. ഹിന്ദു പത്രത്തിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കേണ്ടായി. ആ സമയത്ത് ഒട്ടനവധി ആൾക്കാർ ഈ മുത്തശ്ശൻ വീടിനെ കുറിച്ച് അന്വേഷിക്കാനും അവർക്ക് ഈ ആധ്യാത്മിക ജീവിതത്തോടു കൂടി ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് താമസിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂടെ താമസിക്കാനും നമ്മുടെ കൂടെ ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനുള്ള ഒട്ടനവധി മഹത് വ്യക്തികൾ ഇനിയും നമുക്ക് വരുന്ന വർഷങ്ങളിൽ ഇവിടെ ഒത്തുചേരാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഈ ഓണാഘോഷ പരിപാടിയുടെ ഉത്രാട സദ്യയുടെ ഈ ഭാഗമായിട്ട് കുടുംബസംഗമത്തിൽ നമ്മുടെ ഈ നാട്ടിലെ മഹത് വ്യക്തിയായ ജയപ്രകാശ് ചേട്ടനും കൂടി ഒന്ന് വേദിയിലേക്ക് കൊണ്ടുവരണം. ട്രെയിനിലാടുന്ന സമയത്തും അദ്ദേഹം ഒരുപാട് ക്ഷേത്രങ്ങൾ, പക്ഷേ ഈ ക്ഷേത്രത്തിനോട് അദ്ദേഹത്തിനുള്ള ഒരു താതാത്മ്യം, ഈ നാട്ടുകാരനാണെങ്കിലും ഈ ക്ഷേത്രത്തിനോടുള്ള താതാത്മ്യം വളരെയധികം നമുക്ക് സൗഹൃദം ഏകുന്നതാണ്. അതുകൊണ്ടാണ് ജയപ്രകാശ് ചേട്ടനെയും. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഗംഭീരമായ വേദി, അതിഗംഭീരമായ നൃത്തശില്പം കൊണ്ട് നമുക്ക് പരിപാടി പങ്കെടുപ്പിച്ച ഒരു മഹത്തായ വ്യക്തിതാണ് ഹരിമാഷുടെ സഹധർമ്മിണിയും അതുപോലെ മകനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ അതാ ഇന്ന് രാവിലെയാണ് ഇവർ എത്തിച്ചേർന്നത്. മകൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത്. അപ്പോൾ അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹരിമാഷ് നമുക്ക് 2 മാസം മുമ്പാണ് നമ്മുടെ കലാവേദിയായിട്ടുള്ള നമ്മളെ ബബിത ചേച്ചിയുടെ നൃത്തശില്പം ഒന്ന് ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം ഈ ക്ഷേത്രവുമായി നടത്തുന്ന എല്ലാ പരിപാടികളിലും, പ്രത്യേകിച്ച് നോക്കിയാൽ അറിയാം, പ്രതിഷ്ഠാദിനത്തിന് എല്ലാ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തമ്മിൽ ഒന്ന് പരിചയപ്പെടണം. നമുക്ക് ഓണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുള്ള 2 വാക്കുണ്ടെങ്കിൽ അത് പറയണം. ഇന്ന് ഓണ സന്ദേശം കൊണ്ട് മഹാബലിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണേട്ടൻ്റെ 2 വാക്കുകൾ കേട്ടിട്ട്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ കുട്ടിക്കാലം പറയേണ്ടി വരും. കാരണം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ കേരളത്തിലെ കാർഷിക മേഖലയിൽ വിളവെടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ കർഷകരുടെ മാത്രം വിനോദമായി ഓണത്തിനെ സങ്കല്പിച്ചുകൊണ്ട് പോയ ഒരു കാലഘട്ടമാണ്. അന്ന് ഞങ്ങളൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ വല്ലാതെ ദരിദ്രം പിടിച്ചൊരു സമൂഹത്തിലാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ ഓണം കൊണ്ട് നടന്നത്. കാരണം കാർഷിക മേഖലയിൽ കുറേ പശുക്കളും മാടുകളും എല്ലാവരും ഉണ്ട്. ആ കാലഘട്ടത്തിൽ അവറ്റ പോറ്റാനല്ലാതെ ഓണം ഞങ്ങളെന്താണെന്ന് ഇന്നുവരെ കണ്ടിട്ടില്ല. ഓണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ മാറി വന്ന ജനറേഷനിൽ ഓണത്തിൻ്റെ ആസ്വാദന രീതികൾ മാറി, അതിൻ്റെ ആചാരങ്ങൾ മാറി. പക്ഷേ നമ്മൾ ആ സന്ദേശം, ആ ഓണത്തിൻ്റെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ആ ഒരു സന്ദേശം കൈവിട്ടു പോവാതെ, പണ്ട് എനിക്ക് പറയുമ്പോൾ പണ്ട് ഒരു ഹാസ്യ എഴുത്തുകാരൻ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒരു വാക്യം പറയണത്, മാവേലി നാട് വാഴുന്ന കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ നേർരേഖ പോലെ, അത്രമാത്രം ഭംഗിയുള്ളൊരു കാലഘട്ടത്തിലാണ് അയാളത് ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നത് മാവേലി നാട് വാഴുന്ന കാലം മനുഷ്യരെല്ലാം ഒരുപോലെ എന്നായി. അതായത് എല്ലാവരും ആസ്വാദന രീതിയും എല്ലാവർക്കും ഓണം കൊണ്ടുപോകാനുള്ള ഒരു കഴിവും നമുക്കിപ്പോൾ ഒരുപോലെ സിദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ നല്ല മഹത്തായ രീതിയിൽ എല്ലാവരും സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറണേ നമ്മൾ ആ ഓണത്തിന് ഉത്സവമായി മാറിയിട്ടുണ്ട്. ഓണം എന്നുള്ളത് ഇപ്പോൾ 2-3 തട്ടിൽ ഉത്സവമായി മാറിയിട്ടുണ്ട്. കാരണം വാണിജ്യക്കാർക്ക് മെച്ചമാണ്, ജീവിതം ആസ്വദിച്ച് പോകുന്ന ഒരു കാലഘട്ടം ഈ ക്ഷേത്രങ്ങളിൽ കൂടെയും ഈ ഉത്സവങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ട് ശിഷ്ടകാലം നന്നായി പോകുന്നത് സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. അത് വീണ്ടും നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി അഞ്ചുമൂർത്തിയിലും മാതൃസമിതിയിലും എല്ലാവരും പ്രവർത്തിക്കണം. അതിൽ യാതൊരു തര വിള്ളലും ഉണ്ടാകാതെ നിർത്തിക്കണം. ചൈതന്യ ചന്ദനമിവിടെയും ചൊരിയുന്ന സകലേശ നേരായ മാർഗമേകൂ. ഉള്ളിൻ്റെ ഉള്ളിലും താരാന്തരത്തിലും വഴി കാട്ടിടുമാനന്ദ ദീപമാകൂ, ദീപമാകൂ, ദീപമാകൂ. കർമ്മത്തിൻ ശക്തിയും
ആത്മാവിൻ ശുദ്ധിയും ആനന്ദസിദ്ധിയുമേകിടേണം. കർമ്മത്തിൻ ശക്തിയും ആത്മാവിൻ ശുദ്ധിയും ആനന്ദസിദ്ധിയുമേകിടേണം. ഉള്ളിൻ്റെ ഉള്ളിലും താരാന്തരത്തിലും വഴി കാട്ടിടുമാനന്ദ ദീപമാകൂ, 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 ദീപമാകൂ. ഇന്ന് നമ്മുടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഉത്രാട മഹോത്സവം ഓണത്തോടനുബന്ധിച്ച്, കാരണം തിരുവോണത്തിന് എല്ലാവരും തിരക്കായും ആവും, എല്ലാവരുടെ വീട്ടിലും ആഘോഷിക്കുക. ഇന്ന് ഉത്രാടം നമ്മളോടൊത്ത് നമ്മുടെ അമ്പലത്തിലെ ആളുകളൊത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഓണമാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ കഥകൾ അറിയാൻ പറ്റും ഓണത്തെക്കുറിച്ച്. പക്ഷേ നമ്മുടെ ചെറുപ്പകാലത്തിൽ ഇതിന് ഒരുപാട് എക്സ്പ്ലനേഷൻ വേറെയുണ്ട്, എങ്ങനെയാണിത് ഓണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. പക്ഷേ എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ ഞാൻ കേട്ട് പഠിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കാതിൽ കേട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. അതിനെ മാറ്റാൻ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഭാഗഭേദങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ആളുകൾ ഇവിടെ ഉണ്ട്. എന്നിരുന്നാലും ഓണത്തെക്കുറിച്ച് നമുക്ക് ആ ഫസ്റ്റ് പാടുന്ന ആ ഒരു പാട്ട്, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആ ഒരു പാട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും അന്നത്തെ കാലത്ത് ഓണം എങ്ങനെയായിരുന്നു എന്നുള്ളത്. കാരണം ഒരാൾ ജാതിമത ഭേദമന്യേ അല്ലെങ്കിൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും കൂടെ ഒന്ന് ആഘോഷിച്ചിരുന്ന ഒരു മലയാളത്തിൻ്റെ, കേരളീയരുടെ ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം ആഘോഷിക്കും. മഹാബലി തമ്പുരാൻ, അതായത് മഹാബലി എന്ന് പിന്നെയാണ് പേര് വരുന്നത്, ശരിക്കും പേര് ബലിത്തമ്പുരാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മഹാബലിയെ. അദ്ദേഹം നല്ലൊരു ഭരണം, അതായത് നല്ലൊരു ഭരണം കാഴ്ചവെച്ചു. ആ പാട്ടിൽ തന്നെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പോളിവചനം എന്ന മാതിരി ആ ഒരു രാജ്യം ഭരിച്ചിരുന്ന രാജ്യം ഒരു പ്രശ്നം, ഒരു കുറ്റം പറയാൻ പറ്റാത്തൊരു ഭരണമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ബലിത്തമ്പുരാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് മഹാബലിക്കൊരു തോന്നൽ തോന്നി, എനിക്ക് ശേഷം ഒന്നും ഇല്ല, ഞാനാണ് വലിയ ഒരാൾ എന്നുള്ള ഒരു ചെറിയൊരു അഹംഭാവം, അല്ലെങ്കിൽ ഞാനാണ് വലിയ ആളെന്നുള്ള ആ ഒരു സങ്കല്പം പുള്ളിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് ദേവഗണത്തിൽ നിന്ന് ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പറയുകയാണ്. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. ഇന്നത്തെ ഞങ്ങളടക്കമുള്ള പുതുതലമുറയ്ക്ക് നഷ്ടമാകുന്ന മൂല്യങ്ങളുടെ, അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ, സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ ഒരു ഭാവമാണ് ഓണത്തിനുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ ചെറിയൊരു ആവിഷ്കാരം ഇവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടുകളിലും ഓണം എന്ന് പറയുന്നത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു പഴഞ്ചൊല്ല് കൂടിയുണ്ട് അല്ലേ. എന്ത് ബുദ്ധിമുട്ടിയാലും നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരു പുതിയ വസ്ത്രം ലഭിക്കുമ്പോൾ, പൂക്കൾ കൊണ്ട് കളം വരയ്ക്കുമ്പോൾ, തൃക്കാക്കരയപ്പനെ വെക്കുമ്പോൾ ഇതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇന്ന് അതൊക്കെ ഒരു പ്ലാസ്റ്റിക്കായി, യാന്ത്രികമായി. എങ്കിലും നമ്മളുടെ ഒത്തുകൂടലിൽ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതാണ് ഓണം എന്ന് പറയുന്നത്. ഈ ഒരു സംതൃപ്തി, സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ഇന്ന് ഓണത്തിനെ കുറിച്ച് നിലനിൽക്കുന്ന ഐതിഹ്യങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ചവിട്ടി താഴ്ത്തലിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. വാമനൻ മഹാബലിയെ എവിടേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുക? അങ്ങനെ ഒരു കഥയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ആ ഒരു കഥയ്ക്ക് യാഥാർത്ഥ്യവുമായിട്ടൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തും പറയുമ്പോഴും തസ്മാത് ശാസ്ത്രം പ്രമാണം എന്നാണ് പറയുക. എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ശാസ്ത്രങ്ങളാണ്. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന
വളരെ വലിയ ബൃഹത്തായ പുരാണം ശാസ്ത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു കഥയുടെ പശ്ചാത്തലം പെട്ടെന്ന് പറയാം സമയമായതുകൊണ്ട്. കശ്യപ പ്രജാപതി എന്ന് പറയുന്ന പ്രജാപതിക്ക് 2 പ്രധാന പത്നിമാര്, അദിതി, ദിതി. അദിതിയുടെ മക്കള് ആദിദേയന്മാര്, ദേവന്മാര് എന്ന് പറയും. ദിതിയുടെ പുത്രന്മാര് ദൈത്യന്മാര്, അസുരന്മാരെന്ന് പറയും. അപ്പോൾ ഒരേ അച്ഛൻ്റെ 2 സപത്നിമാരിലുള്ള മക്കളാണ് അസുരന്മാരും ദേവന്മാരും. ഇവരെപ്പോഴും നല്ല സ്നേഹത്തിലാണോ? അല്ല, എപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കും, വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ അസുരന്മാരെ എല്ലാം ഒരു യുദ്ധത്തിൽ ദേവന്മാർ പരാജയപ്പെടുത്തി. ഒരു അസുരൻ പോലും ജീവനോടെ ഇല്ല. അപ്പോൾ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ, ദേവഗുരുവാണ് ബൃഹസ്പതി. ഈ അസുരഗുരു ശുക്രാചാര്യർ നോക്കിയപ്പോൾ തൻ്റെ ഒരൊറ്റ ശിഷ്യനും ജീവനോടെ ഇല്ല, എല്ലാം ദേവന്മാർ കൊന്നു കളഞ്ഞിരിക്കുന്നു. നല്ല വിഷമായി. പക്ഷെ അദ്ദേഹത്തിന് തിരഞ്ഞു നോക്കിയപ്പോൾ ഇതിൽ ശ്രേഷ്ഠന്മാരായ ചിലരെ, നന്മയുണ്ടെങ്കിൽ തിന്മയുമാണല്ലേ, ദേവനുണ്ടെങ്കിൽ അസുരനും ഉണ്ടാവണം അല്ലേ, രണ്ടിനും കൂടി ഒരുമിച്ച് നിലനിൽക്കാനേ സാധിക്കുള്ളൂ. പരസ്പര പൂരകമായിട്ടുള്ള ഒരു ബന്ധമാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. തെറ്റും ശരിയും, നല്ലതും ചീത്തയും, ലാഭവും നഷ്ടവും ഒക്കെ ആയിട്ട്. അപ്പോൾ ശുക്രാചാര്യർ വിചാരിച്ചു ആർക്കെങ്കിലും ജീവൻ കൊടുക്കണം. അങ്ങനെ പ്രഗത്ഭരായ ചിലരെ കണ്ടെത്തിയിട്ട്, ബലി അടക്കമുള്ളവർ മരിച്ചു വീണിട്ടുണ്ടായിരുന്നു. ബലി ചക്രവർത്തി അടക്കമുള്ളവർ മരിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ മൃതസഞ്ജീവിനി മന്ത്രത്താൽ മഹാബലി ചക്രവർത്തി ഉൾപ്പെടെയുള്ള ആളുകളെ അദ്ദേഹം ജീവിപ്പിച്ചു. ബലി ചക്രവർത്തിയുടെ ഗുരുഭക്തിയും വിശ്വാസവും വിനയവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം മന്ത്രദീക്ഷ കൊടുക്കുകയാണ്. ശുക്രാചാര്യ ആർക്ക് മന്ത്രദീക്ഷ കൊടുത്തു? ബലി ചക്രവർത്തിക്ക് മന്ത്രദീക്ഷ കൊടുത്തു. മാത്രമല്ല മന്ത്രപുരസ്ചരണം ചെയ്യിപ്പിച്ചു. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആ മന്ത്രം ഉച്ചരിച്ച് സിദ്ധികൾ നേടിക്കൊടുത്തു. എന്നിട്ടാണ് പറഞ്ഞു വിട്ടത്. അങ്ങനെ ധർമ്മിഷ്ഠനും ധാർമ്മികനും സിദ്ധനും ഒക്കെ ആയി മാറിയാര്? ബലിചക്രവർത്തി. ഒരു വലിയൊരു രാജ്യത്തിൻ്റെ, ഒരു വലിയൊരു രാഷ്ട്രത്തിൻ്റെ ഒരു അധിപതിയായിട്ട് ബലിചക്രവർത്തി മാറുകയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ധാർമ്മികമായ ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പോലെയും പല രാജാക്കന്മാർ, രഘുവംശത്തിലെ പല രാജാക്കന്മാരെ പോലെയൊക്കെ വളരെ ധാർമ്മികമായി, നമ്മൾ പാട്ട് പാടാറുള്ളത് പോലെ അന്നുണ്ടായ പ്രജകളും രാജാവിനെ പോലെ തന്നെ സന്മനസ്കരായിരുന്നു അല്ലേ? യഥാ രാജ തഥാ പ്രജ. എങ്ങനെയാണോ രാജാവുള്ളത് അതുപോലെ പ്രജകളും സമ്പൽ സമൃദ്ധവും ഐശ്വര്യവുമായിട്ടുള്ള ദിനങ്ങൾ ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഐശ്വര്യം അധികരിച്ചാൽ പലപ്പോഴും നമ്മളെ അത് അഹങ്കാരികളാക്കി മാറ്റും അല്ലേ? അതുകൊണ്ട് ലക്ഷ്മി ദേവി ഒരു ദിവസം നമ്മുടെ കയ്യിൽ വന്നാൽ നമ്മൾ സ്വാഭാവികമായും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ അഭിമാനമൊക്കെ വളർന്ന് എന്തായിട്ട് മാറും? അഹങ്കാരമായിട്ട് മാറും. അപ്പോൾ ബലിചക്രവർത്തിയെക്കുറിച്ചുള്ള കേട്ടുകേൾവി എന്താണ്? ധർമ്മിഷ്ഠനാണ്, ദാനവാനാണ്, എന്ത് വേണമെങ്കിലും ദാനം ചെയ്യും, ആര് ചോദിച്ചാലും എടുത്തു കൊടുക്കും, അങ്ങനെ ഒരു മടിയുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സദ്ഗുണങ്ങളുള്ള ഇദ്ദേഹം ഒരു സാത്വിക അഹങ്കാരത്തിനുടമയായി മാറി. അഹങ്കാരം പലതരത്തിലുണ്ട്. ചിലർക്ക് രാജസിക അഹങ്കാരമായിരിക്കും, ഇദ്ദേഹത്തിന് സാത്വിക അഹങ്കാരമായി. ഒരു ഗർവ്, എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാം കൊടുക്കും എന്നുള്ള ആ ഒരു ഗർവ് ആയി. പിന്നെ മാത്രമല്ല ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ ദേവേന്ദ്രന്റെ പദത്തിനായിട്ടുള്ള, ദേവേന്ദ്രൻ മറ്റൊരു വല്യമ്മയുടെ മകനാണല്ലോ അല്ലേ, ആ മകനിൻ്റെ സീറ്റിന് വേണ്ടി മത്സരിക്കാൻ, സ്ഥാനമോഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാവമായി ബലിചക്രവർത്തിക്കും കൂട്ടൻ. അപ്പോൾ ആസുരിക സ്വഭാവം എന്തായാലും ഉള്ളിന്ന് പോയിട്ടില്ല. വീണ്ടും ദേവന്മാരുമായിട്ടൊരു യുദ്ധം തുടങ്ങി. അങ്ങനെ ആ യുദ്ധത്തിൽ ദേവേന്ദ്രൻ ആദ്യമായിട്ടുള്ള ദേവന്മാരൊക്കെ ബലിചക്രവർത്തിക്ക് കീഴ്പ്പെടേണ്ടി വരുന്നു, അടിമകളായിട്ട് മാറി. അവരൊക്കെ കാട്ടിലേക്കും എവിടേക്കൊക്കെയോ ഒളിച്ചോടി. സ്വർഗവും സിംഹാസനവും ഒക്കെ നഷ്ടപ്പെട്ട് ദേവേന്ദ്രന് വിഷമായി. അപ്പം ദേവേന്ദ്രൻ്റെ അമ്മ ആരാ? ദേവന്മാരുടെയൊക്കെ അമ്മ ആരാ? അതിഥി വിഷമിച്ചിരിക്കാൻ തുടങ്ങി. തൻ്റെ മക്കൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് കരുതിയിട്ട് അതിഥി വിഷമിക്കാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ കശ്യപ പ്രജാപതി തപസ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അവിടെ കണ്ടു തൻ്റെ പത്നി വിഷമിച്ചിരിക്കുന്നു. അപ്പം എന്താണ് പ്രശ്നം ചോദിച്ചപ്പോൾ, എൻ്റെ മക്കളെയൊക്കെ, ദിതിയുടെ മക്കളായിട്ടുള്ള അസുരന്മാർ സിംഹാസനമൊക്കെ നഷ്ടപ്പെടുത്തി, എൻ്റെ മകൻ ദേവേന്ദ്രൻ എവിടെയാണെന്ന് കൂടി എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലോ വിഷമം. ആര് പറഞ്ഞു? അതിഥി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ കശ്യപ മഹർഷി ഒന്നും പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇവർ വഴക്കടിച്ചോട്ടെ, അദ്ദേഹത്തിൻ്റെ തപസ് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നിന്റെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം വിഷ്ണുവിനെ ഭജിക്കുക മാത്രം. ഇതൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. വിഷ്ണുവിനെ ഭജിക്കുക മാത്രമാണ് ഒരു പരിഹാരം എന്നാണ് പറഞ്ഞത് എല്ലാത്തിനും. അല്ലാണ്ട് ഇങ്ങനെ വിഷ്ണുവിനെ ഭജിച്ചാൽ ഇതിൽ നിന്ന് മോചനം കിട്ടും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ മാത്രം പറഞ്ഞു വീണ്ടും അദ്ദേഹം തപസ്സിന് പോയി. അപ്പോൾ ഭർത്താവ് പ്രത്യക്ഷ ദൈവതം എന്നാണ് പറയുക. അദ്ദേഹത്തിൻ്റെ വാക്യമേ വേദവാക്യമാക്കി എടുത്തുകൊണ്ട് അതിഥി വിഷ്ണുവിൽ പ്രാർത്ഥന തുടങ്ങി, വിഷ്ണുവിനെ ധ്യാനിച്ച് പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ വിഷ്ണു അതിഥിയുടെ പ്രാർത്ഥനയിൽ പ്രീതയായി
പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. വിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിഥി കരയാണ്, എൻ്റെ മകൻ ദേവേന്ദ്രൻ ആദ്യമായിട്ടുള്ള ദേവന്മാരൊക്കെ ബുദ്ധിമുട്ടിലാണ്, ആ വിഷമത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ വിഷ്ണു ഇത് കണ്ടപ്പോൾ വിചാരിച്ചു, കുറേ പേര് തപസ് ചെയ്യാറുണ്ട്, കുറേ പേര് എന്നെ പ്രത്യക്ഷപ്പെടുത്താറുണ്ട്, പക്ഷേ മക്കൾക്ക് വേണ്ടി ഇത്രയധികം കേണ് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഏതുവരെ ആര് കണ്ടിട്ടില്ല? വിഷ്ണു കണ്ടിട്ടില്ല. ഇത്രയും പ്രാർത്ഥന നടക്കണു. എത്ര മാതൃത്വം എന്ന് പറയുന്ന ഒരു പദത്തെ തന്നെ അമ്മ മനോഹരമാക്കി. ഈ അമ്മയുടെ മകനായിട്ട് എനിക്ക് ജനിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് ആര് വിചാരിച്ചു? വിഷ്ണു അങ്ങനെ ഒരു ചിന്ത കാരണം ആ അമ്മയുടെ മാതൃത്വം അല്ലേ. അപ്പൊ ആ അമ്മയ്ക്ക് മകനായി പിറക്കാമെന്ന് വിഷ്ണു നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പൊ അമ്മ പറയാണ്, ദേവന്മാരെ ബലിചക്രവർത്തി അസുരന്മാരെ മുൻനിർത്തി നിയന്ത്രിക്കുന്നു, ഉപദ്രവിക്കുന്നു, എന്തെങ്കിലും ഒരു പരിഹാരം വേണം. അപ്പൊ അമ്മ വിഷമിക്കണ്ട, അമ്മയുടെ മകനായിട്ട് ഞാൻ അവതരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈശ്വരനായിക്കൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ദേവന്മാരുടെ കയ്യിലും തെറ്റുണ്ട്, അസുരന്മാരുടെ കയ്യിലും തെറ്റുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ ആരാണ്? നിഷ്പക്ഷനാണ് അല്ലേ. ആരുടെ കൂടെ കൂട്ടുപിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ സഹോദരനായി ജനിച്ച എനിക്ക് സഹോദരപക്ഷം പിടിക്കാലോ എന്ന് പറഞ്ഞ് അതിഥിക്ക് മകനായി ദേവേന്ദ്രൻ്റെ അനുജനായി നാളെ തിരുവോണ ദിവസമാണ് ആര് ജനിക്കണേ? വാമനാവതാരം. നാളെ വാമന ജയന്തിയാണ്. നമ്മൾ വാമന ജയന്തിയാണ് ആചരിക്കുന്നത്, ആഘോഷിക്കുന്നത്. അങ്ങനെ വാമനമൂർത്തിയായിട്ട് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വലിയ മുതിർന്ന ഒരു കൗമാരം വിടാത്ത ഒരു കുട്ടിയായിട്ട് ആര് മാറി? പിന്നെ വാമനത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അധികം ഹൈറ്റില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. വെളുത്ത ആളെന്നൊക്കെയാണ് അർത്ഥം, ഐശ്വര്യമുള്ള ആളെന്നൊക്കെയാണ് അർത്ഥം. അപ്പം അങ്ങനെ അമ്മയ്ക്ക് മക്കനായിട്ട് പറഞ്ഞു. അപ്പോൾ തിരുവോണം ദിവസം മാതൃത്വത്തിൻ്റെ ആഘോഷമാണെന്നാണ് പറയുക. മാതൃത്വത്തിൻ്റെ ആഘോഷമാണ് ഓണം എന്നാണ് പറയുക. എവിടെയുള്ള ദൂരെയുള്ള മക്കളാണെങ്കിലും ഓണത്തിന് ഒരു പിടി ചോറ് അമ്മയുടെ അടുത്തിരുന്ന് ഉണ്ണാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മയെ കൂട്ടുവിളിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് എന്നാണ് പറയുക. ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് പറയാറ്. വിഷ്ണു അടക്കം അമ്മയുടെ മാതൃത്വം കൊണ്ടുവന്ന് അവതരിച്ചു. അങ്ങനെ ബലിചക്രവർത്തിയുടെ ഗർവ് തീർക്കാൻ വേണ്ടി ഈ വാമനൻ എവിടേക്ക് പോയി? ഓലക്കുടയൊക്കെ ചൂടി ദിവ്യനായിട്ടുള്ള ഒരാളായിട്ട് നർമ്മദാ തടത്തിനടുത്താണ് ദേവേന്ദ്രനെ ജയിക്കുവാൻ വേണ്ടി വിശ്വജിത്ത് എന്ന് പറയുന്ന, വിശ്വത്തെ തന്നെ ജയിക്കുവാൻ വേണ്ടി ഒരു യാഗം ആര് നടത്തിയത്? മഹാബലി ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ വാമനമൂർത്തി പോകുന്നത്. അപ്പോൾ ഇത് ഈ ആന്ധ്ര മഹാരാഷ്ട്ര ഏതോ ഏരിയയിലാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അവിടെയാണ്. അങ്ങനെയുള്ള ബലിചക്രവർത്തി കേരളത്തിലേക്ക് എങ്ങനെ ബന്ധമുണ്ടായി എന്നുള്ളത് അറിയില്ല. ഈ വാമനനും ബലിചക്രവർത്തിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. പക്ഷെ കേരളത്തിൻ്റെ ദേശീയോത്സവമായി ഓണം എങ്ങനെ മാറി എന്നുള്ളത് അറിയില്ല. പക്ഷെ ഏത് വിഭാഗത്തിൽപ്പെട്ടതോ ഏത് ധർമ്മത്തിൽപ്പെട്ടതോ ഏത് ഭാഗത്തുപെട്ടതോ ഉത്സവങ്ങളെ വിശേഷബുദ്ധിയാ സ്വീകരിക്കാനും സാംസ്കാരികമായിട്ടുള്ള അതിൽ നന്മ ഉൾക്കൊള്ളാനും നമുക്കൊക്കെ അവകാശമുണ്ട്. നമ്മുടെയൊക്കെ ചക്രവർത്തിയായിട്ട് ബലിചക്രവർത്തി ഇരിക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ നമ്മുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ നമ്മുടെ വാമനമൂർത്തി ആ നർമ്മദാ തടത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്നും ഏതോ ഒരു ദിവ്യ തേജസ്, ഒരു തേജപുഞ്ചം നടന്നു വരുന്നത് പോലെ ബലിചക്രവർത്തിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ശുക്രാചാര്യർ നോക്കി, ഇതാരാണ് വരുന്നത് അറിയില്ല. വന്നപ്പോൾ ദിവ്യനായ ഈ കുട്ടിയെ കണ്ട് ഈ ബ്രാഹ്മണൻ ഇവിടേക്ക് യോഗ്യനായിട്ടുള്ള ഒരാളാണ് എന്ന് മനസ്സിലായിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിക്കും. നേരത്തെ രേണുക ചേച്ചി ഇവിടെ സൂചിപ്പിച്ചു, കുറേ ഓഫറിങ്സ് ആണ് വെക്കുന്നത്. നിനക്ക് സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളെ വേണോ, രഥം വേണോ, ഒരു പ്രാജാപത്യം വേണോ, നിനക്കൊരു അംഗരാജ്യം വേണോ, ഇങ്ങനെ കുറേ ഓഫേഴ്സാണ്. അപ്പോൾ വാമനൻ അതൊക്കെ സ്നേഹപൂർവ്വം നിഷേധിച്ചു കൊണ്ട് പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്താണ് നിനക്ക് വേണ്ടത്? നീ ചോദിച്ച എന്തും, അങ്ങനെയൊക്കെ അടിവരയിട്ട് പറയാണ്, എന്തും ഞാൻ തരാം. അപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് സ്വയം കൊടുക്കുന്നവരായിട്ട് പലപ്പോഴും ഗർവിഷ്ഠർ മാറാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവാണ്. അപ്പോൾ ബലി പറഞ്ഞു, ചോദിച്ചോളൂ. അപ്പോൾ വാമനമൂർത്തി പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്ത് വേണം? 3 അടി മണ്ണ് മാത്രം എനിക്ക് മതിയെന്ന്. നിനക്ക് 3 അടി മണ്ണേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു പരിഹാസ ബുദ്ധിയാ ഒരു പുച്ഛസ്വരത്തിൽ ബലി ചോദിച്ചു, ഇത്രേ വേണ്ടൂ? വലിയൊരു മഹാനായ ദിവ്യനായ ഒരു ചക്രവർത്തി ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് കേവലം 3 അടി മണ്ണ് മാത്രമേ വേണ്ടുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് 3 അടി മതി, ഞാൻ അതുകൊണ്ട് സംതൃപ്തനാണെന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് നീ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാനിതാ അത് തരാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശുക്രാചാര്യർ ബലിചക്രവർത്തി ഒന്ന് ശിഷ്യ ഒരു നിമിഷം ഒന്ന് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ശുക്രാചാര്യർക്ക് മനസ്സിലായി വന്നത് ആരാണ്? സാധാരണ ഒരാളല്ല, ഈ കാണുന്ന ഈ വാമനല്ല, ഒരു കുട്ടിയല്ല, ഇത് സാക്ഷാൽ മഹാവിഷ്ണു ആണ്. എൻ്റെ ശിഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് ശുക്രാചാര്യർ തൻ്റെ ശിഷ്യനായ ബലിയെ വിളിച്ചു പറഞ്ഞു, നീ നിൻ്റെ വാക്ക് പാലിക്കരുത്. നീ കൊടുക്കാന്ന് പറഞ്ഞ 3 അടി കൊടുക്കരുത്, അത് നമ്മുടെ സർവനാശത്തിനും കുലനാശത്തിനും കാരണമായിട്ട് തീരും, ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബലി പറഞ്ഞു, ഞാൻ വാക്ക് കൊടുത്തു പോയി ആചാര്യ, ഞാൻ ഒരിക്കലും
സത്യത്തെയും ധർമ്മത്തെയും, അവിടെയാണ് അസുരന്മാരായിട്ട് പോലും, ഒന്ന് ആലോചിച്ച് നോക്കൂ, സത്യത്തെയും ധർമ്മത്തെയും വിട്ട് ഞാൻ കളിക്കില്ല എന്ന് ബലിചക്രവർത്തി പറയാണ്. അപ്പോൾ ഗുരുവിനൊരു ഇത് ഗുരുനിന്ദയായിട്ട് വിചാരിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവിന് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് വന്നത് മഹാവിഷ്ണു ആണെന്ന് ശുക്രാചാര്യർ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ബലിചക്രവർത്തി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? വന്നത് മഹാവിഷ്ണു ആണെങ്കിൽ ഈ 14 ലോകം ആരുടെയാ? മഹാവിഷ്ണു ആണ്. ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാലും ആർക്ക് എടുക്കാൻ പറ്റും? മഹാവിഷ്ണുവിനെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിലൊന്നും വിഷമിക്കണ്ട, ഇതാണ് എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞ് ബലിചക്രവർത്തി 3 അടി കൊടുക്കാൻ സമ്മതിച്ചു. 2 അടി കൊണ്ട് 14 ലോകവും അളന്നു കഴിഞ്ഞു. ഇനി 3-ാമത് അടി വെക്കാൻ സ്ഥലമില്ലാതെയായപ്പോൾ വാമനൻ ചോദിച്ചു. അപ്പോഴാണ് ബലിചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം ബോധ്യപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ 3-ാമത്തെ അടി എൻ്റെ ശിരസിൽ ഞാൻ ധരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് കുനിയാണ്, ശിരസ് കുനിച്ചു കൊടുക്കുകയാണ്. ശിരസ് കുനിച്ചതോടുകൂടി ബലിയുടെ എന്ത് പോയി? അഹങ്കാരം പോയി, ഗർവ് പോയി. പിന്നെയും ചവിട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചവിട്ടിയെന്നോ ശിരസിൽ തൻ്റെ പാദങ്ങൾ സ്പർശിച്ചു എന്നോ പോലും എന്തിലില്ല? ശ്രീമദ് ഭാഗവതം നമ്മളോട് പറയുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ഗർവൊക്കെ തീർന്നു, നീ ശ്രേഷ്ഠനായിട്ട് മാറിയിരിക്കുകയാണ്, നിനക്ക് ഞാനൊരു സ്ഥലം അനുവദിച്ചു തരികയാണ്. സുതലം എന്നാണ് ആ ഭൂമി. ഭൂമിക്ക് താഴെ, ഭൂമിയോട് ചേർന്ന് താഴെ 7 ലോകങ്ങളും ഭൂമിക്ക് മുകളിൽ ഭൂമിയെ കൂട്ടി 7 ലോകങ്ങളുമാണ്. അങ്ങനെ 14 ലോകങ്ങളിൽ മുകളിൽ ഭൂമി, ഭൂർലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം എന്നൊക്കെ പറഞ്ഞ് 7 ലോകങ്ങൾ. താഴെ അതലം, സുതലം, വിതലം, തലാതലം, രസാതലം, പാതാളം എന്നൊക്കെ പറഞ്ഞ 7 ലോകങ്ങൾ. അതിൽ സുതലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അനുഗ്രഹിച്ചു വിടുകയാണ് ആര്? മഹാവിഷ്ണു ബലിചക്രവർത്തി. ഇനി ബലിചക്രവർത്തി മാത്രമല്ല പോകുന്നത്, മഹാവിഷ്ണുവും ഭക്തനായ ബലിയുടെ കൂടെ ആ രാജാവിൻ്റെ കാവൽക്കാരനായിട്ടാണ് ചെല്ലുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇന്ന് പ്രചരിക്കുന്ന കഥകളെ നമ്മളൊന്ന് ചിന്തിച്ച് ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ ഇവിടെയുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിച്ചത് കൃത്യമായിട്ട് ഇനി വരുന്ന തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കണം. സുതലം എന്ന് പറഞ്ഞാൽ സുഷ്ടുഹു തലം എന്നാണ്. ശ്രേഷ്ഠമായ തലത്തിലേക്കാണ് തൻ്റെ ഭക്തനെ ആര് പറഞ്ഞയച്ചത്? അപ്പം ബലിചക്രവർത്തി പറഞ്ഞു, ഞാൻ പോയിക്കോളാം, പക്ഷേ തിരുവോണ ദിവസം അങ്ങയുടെ ജയന്തി ദിനത്തിൽ എനിക്ക് എൻ്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ബലിതമ്പുരാൻ മഹാബലിയായി മാറി. അതുപോലെ ബലി മഹത്തായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മഹാബലി നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, പ്രജകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സുതലത്തിൽ നിന്നും ഭൂലോകത്തിലേക്ക് വരാറുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. പിന്നെ മുതിർന്നവരുടെ അനുഭവ സമ്പത്തൊന്നും നമുക്കില്ല. അപ്പോൾ അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഈ ഉത്രാട ദിനം ധന്യമാക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ. ചെന്നൈ ഓണം പറയുമ്പോൾ സദ്യ മാത്രമേ ഉള്ളൂ, ഓണം അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അന്ന് സ്കൂളുണ്ടാവും, കോളേജ് ഉണ്ടാവും, ജോലി ഉണ്ടാവും. അപ്പോൾ കഴിക്കാൻ വേണ്ടി മാത്രം വരും. അതാണ് ശരിക്കുള്ള ഓണം. എൻ്റെ ഫസ്റ്റ് ഓണമാണ് കേരളത്തിൽ. എനിക്ക് ഓർമ്മ വെച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് ഓണമാണ് കേരളത്തിൽ. സോ അത് കാണാൻ വന്നിരിക്കുകയാണ്. സോ ഇവരുടെ കഥകളൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവണം, ഓണം ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാവണത്. താങ്ക് യു. പിന്നെ ഈ അമ്പലം ഒന്ന് പറയണം ഷ്യാംജിയുടെ അടുത്ത്. ഞാൻ 20 കൊല്ലം മുമ്പ് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്, ഈ അമ്പലം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിത് കാണുമ്പോൾ ഒരു ഭയങ്കര ഡിഫറെൻറ്റാണ്. സോ ഷ്യാംജിക്കും ആ ടീമിനും വളരുന്നത്. താങ്ക് യു. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു. അപ്പം ഇനി നമുക്ക് മാഷയുടെ വേലേട്ടൻ 2 വാക്ക്, മാഷയുടെ നമുക്ക് ഹരിമാഷയുടെ 2 വാക്കുകൾ കേൾക്കാം. അതുപോലെ ധർമ്മപത്നിയായിട്ടുള്ള മഹാലക്ഷ്മി ചേച്ചിയുണ്ട്, മകനുമുണ്ട്. അവരുടെ കുടുംബസംഗമം നമുക്ക് ഇവിടെയാണ്. പിന്നെ ഒരാളെയും കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നേരത്തെ സതീശേട്ടൻ പറഞ്ഞ പോലെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ്, 14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുന്നത്തൂർ മേടാണ് താമസിച്ചിരുന്നതെങ്കിലും അവർ സുനീഷേട്ടൻ ഇവിടെ എത്താൻ സാധിച്ചു. ഒരു കാര്യമായിട്ടാണ് വന്നത്. ആ സമയത്ത് നമ്മുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു മാർഗവും കൂടി ആയിട്ടാണ് സുനീഷേട്ടൻ ഇവിടെ എത്തിയത്. അതിനുശേഷം ഇന്നാണ് കുടുംബസമേതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സുനീഷേട്ടനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ആദ്യം തന്നെ ഉത്രാട ദിനാശംസകൾ എല്ലാവർക്കും. എല്ലാം നമ്മുടെ ശ്രുതിയും അതിനുമുമ്പുള്ള സിസ്റ്ററും അദ്ദേഹം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും ഒരു 2 വാക്ക് ഈ പറയുന്നതിനനുസരിച്ച് അത്ര വലിയ മഹാനൊന്നും അല്ല ഞാൻ. എന്നിരുന്നാലും പറയുക, അസൂയ അത് അവോയ്ഡ് ചെയ്യുക, അത് വേണ്ടെന്ന് വെക്കുക. വന്നാലും അവശത്തിനെ പോക്കുക. പിന്നെ ഒന്ന് സ്നേഹം വരുത്തുക ശരീരത്തിലേക്ക്.
ഏത് കാര്യവും സ്നേഹം കൊണ്ട് മാത്രം കീഴടക്കാൻ പറ്റും. ആ അനുഭവസ്ഥനാണ് ഞാൻ. പിന്നെ മറ്റുള്ളവരുടെ സന്തോഷം കണ്ട് നമ്മൾ സന്തോഷിക്കുക, അസൂയപ്പെടരുത്. കാരണം നമ്മളെല്ലാവരും വരുന്നത് ഒരു ഭാഗത്തു നിന്നാണ്, ഒരു ഭാഗത്തേക്ക് തന്നെയാണ് പോവാൻ പോണത്. അതിൻ്റെ ഇടയിലെ ഈ മായാവിലാസങ്ങൾ, അത് നമ്മുടെ കർമ്മഫലങ്ങൾ. ഞാൻ ചെയ്യുന്ന കർമ്മമായിരിക്കും എനിക്ക് കിട്ടുക. അത് കഴിഞ്ഞ ജന്മത്താണോ ഈ ജന്മത്താണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടിയതിൽ തൃപ്തിയായിട്ട് ജീവിക്കുക. നമ്മളെക്കാളും താണവരെ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാം. ദയവ് ചെയ്ത് ഞാനൊക്കെ നല്ലൊരു ടെറസ് ബിൽഡിങ്, ഞാൻ ഓട് മേഞ്ഞ ജീവിതത്തിലാണ് ജീവിച്ചിരുന്നത്. എന്നപ്പോൾ ഈ എലീനെയും പാമ്പിനെയൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറുക. നമുക്ക് മാത്രം ഒരു ടെറസ് ഇല്ലല്ലോ. ഇത് 35 വയസ്സ് വരെ ഞാൻ പ്രാർത്ഥിച്ചതാണ്, ഗ്രാമാന്തരങ്ങളിലും നാട്ടുംപുറങ്ങളിലും. ഇന്ന് സന്തോഷമായിട്ട് കഷ്ടപ്പെട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ലൊരു ഫ്ലാറ്റിൽ താമസിക്കണം. സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ കഴിവല്ല, അത്രയും ഞാൻ വേദനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ വേദനയിലൂടെ ഞാൻ ഉയർച്ചയുള്ളവരെല്ലാം ചിന്തിക്കുക. അപ്പോൾ ആലോചിക്കും, പാവ അവരുടെ കുടിശ്ശയിലല്ലേ താമസിക്കുന്ന ഭഗവാനെ, നമുക്ക് അതിനേക്കാളും സ്വർഗ്ഗലോകമല്ലേ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി മാത്രമാണ് ഈ 64 വയസ്സ് വരെ ഞാൻ ജീവിച്ചു വന്നത്. എല്ലാവരും അതേപോലെ അറിഞ്ഞോ അറിഞ്ഞില്ലയോ ഒരു മനുഷ്യനെ കാണുമ്പോൾ ഒരു പുഞ്ചിരി, അത് വളരെ സ്വർഗലോകത്തിന് അംശം ചേർന്നതാണ്. ഈ ചിരി ഉണ്ടല്ലോ, സ്മൈലിംഗ് ഫേസ്, നോട്ട് ലോഫിംഗ് ഫേസ്, സ്മൈലിംഗ് ഫേസ്. ഒരു മനുഷ്യൻ, അത് അഹങ്കാരമായിട്ട് നമുക്ക് തോന്നും മറ്റുള്ളവർ ചിരിക്കാതെ വരുമ്പോൾ. എന്തിനാ നമ്മൾ അവരെ അതിനെ തോന്നിപ്പിക്കുന്നത്? അപ്പോൾ ഒരു ചിരി അറിഞ്ഞോ അറിഞ്ഞില്ലയോ ഒരാളെ കാണുമ്പോൾ ഒന്നിങ്ങനെ നോക്കുമ്പോൾ അയാൾ വേണമെങ്കിൽ ചിരിക്കട്ടെ, അങ്ങനെ വിചാരിക്കരുത്. ആരെങ്കിലും ഒരാൾ ചിരിക്കണമല്ലോ, അത് നമ്മളാവാം. അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോയില്ല. അതൊക്കെ ജീവിതത്തിലൊരു മാർഗങ്ങളാണ്. പിന്നെ അതുപോലെ ഏത് കാര്യങ്ങളും നമ്മളൊരു വീട്ടിൽ പോയി, ഇന്നത്തെ ദിവസം ആയതുകൊണ്ടാട്ടോ ഈ ചെറിയൊരാൾ ഞാൻ ഈ വാക്കുകളൊക്കെ പറയണത്. നമ്മുടെ കുടുംബ സംഗമം, എൻ്റെ കുടുംബമാണത്, അങ്ങനെ ഈശ്വരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. എൻ്റെ അനുഭവ സമ്പത്ത്, എനിക്ക് വേറെ ഒരു അറിവുമില്ല, അനുഭവം മാത്രം. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ അനുഭവിച്ച അനുഭവങ്ങളിൽ എല്ലാവരും ഏത് വീട്ടിൽ പോയോ ഒരു പെൻസിൽ കിട്ടിയാൽ പോലും സന്തോഷമായിട്ട് സ്വീകരിക്കുക. അയാൾ പെൻസിലല്ലേ തന്നെ, അങ്ങനെ വിചാരിക്കരുത്. ഒരു കർച്ചീഫാണെങ്കിൽ അത് പൊന്നുപോലെ നമ്മൾ വിചാരിക്കുക. ഇന്ന് ഞാനൊരു നൃത്താധ്യാപകനാണ്. എൻ്റെ പേര് ഡോക്ടർ ഹരിദാസ് എന്നാണ്. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഈ നൃത്തത്തിലൊക്കെ അരങ്ങേറ്റങ്ങൾ നടത്തുമ്പോൾ ദക്ഷിണ കാര്യങ്ങളുണ്ട്. ഈ 50 വർഷത്തിൽ ഒരു ദിവസം പോലും ഞാനോ എൻ്റെ ഭാര്യയോ എൻ്റെ അറിവിൽ ഞങ്ങൾ ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അമ്പലത്തിൽ വെച്ചിട്ടാണ് പറയണം. അവർ തന്നതിനെ സ്വീകരിക്കും. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 10 കുട്ടികൾ ചെയ്യുമ്പോൾ അതിൽ ഒരു കുട്ടി വളരെ മോശപരമായിട്ട്, പക്ഷെ ഞങ്ങൾ അവരെയാണോ കൂടുതൽ സ്നേഹിക്കുക. കാരണം അവർക്ക് മനസ്താപം വരരുത്. അയ്യോ നമുക്ക് കുറഞ്ഞു പോയല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ഞാൻ പറയണത്, താണവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾ 10 രൂപ തരുമ്പോൾ അതാണ് സ്വർഗം എന്നൊരിക്കലും വിചാരിക്കരുത്. എല്ലാവർക്കും തരാൻ പറ്റിയെന്ന് വരില്ലല്ലോ. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തരുന്നവരെ, അവർക്ക് പൈസ ഉണ്ടല്ലോ അതുകൊണ്ടാണ് തരുന്നത്, അങ്ങനെയും വിചാരിക്കരുത്. ഉണ്ടെങ്കിലും തരാൻ മനസ്സുണ്ടല്ലോ, അതിനാണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഒരു പണക്കാരൻ നമുക്ക് ഗുണം ചെയ്യുമ്പോൾ അയാൾ പണമുള്ള ആളല്ലേ എന്ന് പറയരുത്. അദ്ദേഹത്തിന് ആ നല്ല മനസ്സുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് തോന്നുന്നില്ലല്ലോ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ അനദർ തിങ്, നമ്മളെക്കാളും താണവരെ സ്നേഹിക്കുക. വീട്ടിലുള്ള പണി ചെയ്യുന്നവരെ, നമ്മുടെ വീട്ടിൽ ചെറുതായി വർക്ക് ചെയ്യുന്നവർ, അവർ ജീവിതം ഉപാധി ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ വീട്ടിൽ പണി ചെയ്യാൻ വരുന്നത്. അവരെയൊക്കെ സ്നേഹിക്കുക. നമ്മളെക്കൊണ്ട് സാധിക്കണ ഉപകാരം ചെയ്യുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈശ്വരൻ വരും. ഒരു ക്ഷേത്രത്തിലും പോകണ്ട. ഇതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയാലേ നമുക്ക് കർമ്മബലം വിത്തുബലാവുള്ളൂ. കർമ്മബലം വിത്തുബലം ആവണമെങ്കിൽ നമ്മുടെ കർമ്മം നന്നായിരിക്കണം. എന്നാൽ മാത്രമേ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പുണ്യം കിട്ടുള്ളൂ. അവസാനമായിട്ട് ഒന്നുകൂടെ, ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ ആദ്യം തൊഴേണ്ടത് ആരെ അറിയോ? എല്ലാവരും ഭഗവാനെ തൊഴുതിട്ട് മുണ്ടിയിൽ 10 ഉറുപ്പിക ഇട്ടിട്ട് പോവും. ആക്ച്വലി അതല്ല. ഈ നന്ദികേശ്വരൻ എന്ന് പറയുന്നത് ശിവന് മാത്രമല്ല. നന്ദികേശ്വരനെ പൂജിച്ചാലേ ശിവൻ നമുക്ക് അരുളുള്ളൂ. അതുപോലെ പൂജാരിമാരെ ബഹുമാനിക്കുക.
നമ്മൾക്കില്ലാത്ത കൾച്ചർ ക്രിസ്ത്യൻസിലുണ്ട്. അവർ ഫാദേഴ്സിനെ എന്തുമാത്രം ബഹുമാനിക്കേണ്ട അറിയാം. ഒരു കുടുംബത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അവരെ വിളിക്കും. അപ്പം നമ്മൾ പൂജാരിമാരെ ബഹുമാനിക്കണം. അവരരുളി ചെയ്താൽ, അവർ അവിടെ പറഞ്ഞാലേ നമുക്ക് ആ ദൂതന്മാർ വഴിക്ക് നല്ലത് കിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അനദർ തിങ്, പൂജാരിമാരും അതുപോലെ ഇരിക്കണം. പൂജകളുടെ ഇടയിൽ മൊബൈൽ നോക്കുക, വീക്ഷിക്കുക, അതൊന്നും പാടില്ല. അവരതുപോലെ ഇരിക്കണം. അതേപോലെ തന്നെ ഗുരുനാഥൻ്റെ സ്ഥാനത്തിരിക്കണം. അപ്പോൾ ശിഷ്യൻ ഓട്ടോമാറ്റിക്കായിട്ട് ഗുരുനാഥനെ വന്നിച്ചിരിക്കും. അതേപോലെ കുട്ടികളും തന്നെ ആ ഗുരുനാഥന്മാരെ കണ്ട ഒരു നമസ്തേ ഇടുക. അതെത്ര സന്തോഷം അറിയോ. ഞങ്ങൾ അനുഭവിക്കേണ്ട ആ സുഖം എപ്പോഴോ പഠിപ്പിച്ച് നമുക്ക് ഓർമ്മ കൂടി ഉണ്ടാവില്ല. ഓടി വന്ന് കാല് തൊട്ട് വെച്ചിട്ട് മാഷയെ ഓർമ്മയിൽ വയ്ക്കും. അതേപോലെ ഞങ്ങളെ നിന്ദിക്കുന്നവരും ഉണ്ട്. ഞങ്ങളത് കണക്കാക്കില്ല, പാവാക്കുട്ടിക്ക് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും സ്നേഹഭാഷയിലൂടെ ജീവിക്കുക. നമ്മളെ ആരെ ഒന്നും പറയരുത്. ദയവ് ചെയ്ത് സ്നേഹത്തോടു കൂടി ഇരിക്കുക. എന്തെങ്കിലും കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുക. അത്ര മാത്രമേ ഈ ജീവിതത്തിൽ വേണ്ടൂ. എല്ലാവരും വിജയം കൈവരിക്കും. ആരും മാറാവ്യാധി വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക ഭഗവാനോട്. ഈ കലിയുഗത്തെ ഏറ്റവും വലുതായിട്ട് വേണ്ടത് അതാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നാട്ടിൻപുറത്തിലൊരു ഓണാഘോഷം ചെയ്യണത്. സോ താങ്ക് യു വെരി മച്ച് ഓൾ. ഓണാശംസകൾ ഒരിക്കൽ കൂടെ. ഒരു 13-14 വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നത് ആദ്യമായിട്ട്. അതിൻ്റെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കൂടെ ഞങ്ങൾ തമ്മിൽ അറിയാറുണ്ട്, കൈമാറാറുണ്ട്. 14 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പം എൻ്റെ ബിസിനസ് അസോസിയേറ്റാണ് ഇവിടെ നമ്മുടെ അമ്പലത്തിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്ന് ശ്യാംജിയെ കണ്ടു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് ശ്യാംജിയുടെ ഭാവി പരിപാടികളൊക്കെ ശ്യാംജി ഇവിടെ പറഞ്ഞിരുന്നു. ഈ ക്ഷേത്രത്തിനെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാനന്ന് വീട്ടിൽ പോയിട്ട് പറഞ്ഞത്, ശ്യാംജി പറഞ്ഞ പ്രകാരമാണ് ഞാൻ അറിഞ്ഞത് 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു എനർജിയാണ് എനിക്കന്ന് ഫീൽ ചെയ്തത്. ഞാൻ എന്നിട്ട് നെക്സ്റ്റ് ഡേ തന്നെ എറണാകുളത്തും ഇവിടേക്കുള്ള എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. പിന്നീട് ഇവിടെ വന്ന് ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കൃഷ്ണകുമാർജി, ഗോപാലകൃഷ്ണൻ സാറിനെയൊക്കെ ഞാൻ സ്മരിച്ചു പോവുകയാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് പരിചയപ്പെടാനും ഇതൊക്കെ ഉണ്ടായി. പിന്നെ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരു ഓണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറേ അറിവുകൾ പുതുതായിട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു എൻ്റെ മകന് വളരെ ഉപകാരപ്പെടുമായിരിക്കും. കാരണം ഓണം എന്താണ്, കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഇതുപോലെ അനുഭവം ഉണ്ടായി. ഒരു ചെറിയ കുട്ടി 7 വയസ്സുള്ളവൻ എന്നോട് ചോദിച്ചു മഹാബലിയുടെ യഥാർത്ഥ പേരെന്താന്നുള്ളത്. അപ്പോഴാണ് ഞാനും നോക്കിയത്. ഞാൻ മെല്ലെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്ദ്രസേനൻ എന്നായിരുന്നു. മഹാബലിക്ക് അങ്ങനെയും ഒരു പേരുണ്ട്. പിന്നെ എവിടെ ഇരുന്നാലും ഈ അമ്മമാരുടെ അടുത്ത് എത്തുക എന്ന് പറയുന്ന പോലെ എല്ലാ ഓണത്തിൻ്റെ തലേദിവസം ഉത്രാട ദിനം ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇവിടെ എത്തും. 17-ാം തീയതി തിരിച്ചു പോകും. അപ്പോൾ ഇന്നലെ ശ്യാംജിയെ ഞാൻ വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോഴാണ് പറഞ്ഞ് ഇന്ന് ഇവിടെ വരണം. ഇന്ന് പുലർച്ചെ ഞങ്ങൾ എത്തി നേരെ ഇങ്ങോട്ട് പോരുക ചെയ്തത്. ഇപ്പോൾ ഈ നമ്മുടെ അനിക്കോട് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്യാംജി വളരെ എഫേർട്ട് എടുത്തിട്ടാണ്. അന്നുണ്ടായിരുന്ന ചെറിയ കുട്ടികളൊക്കെ ഇന്ന് വലിയ പൂജാരികളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ വളരെ ആശ്വാസവും സന്തോഷവും തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇതുകൊണ്ടൊന്നും നിൽക്കില്ല എന്നറിയാം. പക്ഷെ നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള ആൾക്കാരോടൊക്കെ നമ്മളും പറയാറുണ്ട്, പാലക്കാട് പോവുകയാണെങ്കിൽ കാണേണ്ട ഒരു സംഭവമാണ് അനിക്കോട്. അതിൻ്റെ പിന്നിൽ ഒരു പുഴ, ഗംഗാരതി, ഇതൊക്കെയുള്ളത്. എന്തായാലും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും എനിക്കും കുടുംബത്തിനും ഇപ്രാവശ്യം ഓണം നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ. എൻ്റെ ഭാര്യയുടെ പേര് ഷീന എന്നാണ്, ഹൗസ് വൈഫാണ്. മോൻ BCom ഫസ്റ്റ് ഇയർ പഠിക്കുന്നു തിരുവനന്തപുരത്ത്. അനിയൻ ഇവിടെ നാട്ടിൽ തന്നെയാണ്. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസിക്കുന്നു. പേര് ശ്യാം തന്നെയാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അതിഗംഭീരമായിട്ട് 2 ശില്പങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആരും ശ്രദ്ധിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ എന്ത് സഹായം വേണമെന്ന് ചോദിച്ചാലും ഒറ്റയ്ക്ക് എഫേർട്ട് എടുത്ത് ആ ഗണപതിയെയും ആ ശിവനെയും നമുക്ക് ആ ധ്യാന രൂപത്തിലിരിക്കുന്ന ശിവൻ്റെ ആ തേജസ് ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ
അതിൻ്റെ കൂടെ നമ്മുടെ ദേവിയുടെ ശ്രീകോവില് ഒരുപാട് ഇഷ്ടികകൾ പൊടിഞ്ഞു പോകുന്നുണ്ട്. അത് ഒന്ന് പരിവർത്തനം ചെയ്ത് അതേപോലെ തന്നെ നിലനിർത്താനുള്ള ഔഷധക്കൂട്ടോടുകൂടി ചെയ്യുന്ന ഒരു മഹാവ്യക്തിയാണ് ശ്യാമേട്ടൻ. യാക്കരയാണ് സ്വദേശം. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് ചേച്ചി, ഒന്ന് ഭാര്യയും 2 മക്കളും ഇവിടെ ഉണ്ട്. 3 മക്കൾ. അവരെയും നമ്മളെ ഈ കുടുംബസംഗമത്തിൻ്റെ ഏറ്റവും ഭാഗമായിട്ട് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ 2 വാക്കുകൾ കേൾക്കാം. പേര് ശ്യാം. യാക്കര ശിവക്ഷേത്രത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് വീട്. ഞാൻ ഈ ഗവൺമെൻറ് ഹെൽത്ത് പ്രോഗ്രാമിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പോകുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റാത്ത 2 വേർഡുകൾ ഇപ്പോൾ ഈ അവിടെ ഞാൻ ഇനി നമ്മുടെ സാത്വിക വേദങ്ങളുടെ ഉൾപേജുകളിലേക്കൊന്നും കടക്കുന്നില്ല. മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ നിരന്നിരിക്കുകയാണ്. നമ്മുടെ സാത്വിക ശാസ്ത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി മഹാബലിൻ്റെ പുരാണങ്ങളിലേക്കും വേദവ്യാകരണങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് 1 മിനിറ്റ് ഉണ്ടോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ആചാരങ്ങൾ അത് വ്യക്തമാണെന്ന്. ഹിന്ദുവിൻ്റെ ആചാരങ്ങളിൽ, അതായത് ഞാൻ 3 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വൈഫോട് സംസാരിച്ചൊരു കാര്യം, അതിലേറ്റവും കൂടുതൽ അത് പിന്നീട് വരാം. 2, നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ച് ഹിന്ദുവിൻ്റെ മക്കൾക്കറിയുന്ന കാര്യങ്ങൾ എന്താണ്. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ അമ്മയെ 4 ഹാൻഡുള്ള ആളാണോ 4 കൈയുള്ള ആളാണെന്നാണ് ചോദിക്കുന്നത് വിഷ്ണു എന്ന് പറയുമ്പോഴേ. ഇപ്പം നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുക. ഇപ്പം അത് പോയി മാതാപിതാ ഗൂഗിൾ ദൈവം എന്നായി. അദ്ദേഹം പറഞ്ഞു മഹാബലിയുടെ പേര് കിട്ടാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്ന്. ഇല്ലേ, നമുക്ക് ആചാരങ്ങളില്ല, അനാചാരങ്ങളില്ല, നമ്മളുടെ പ്രവൃത്തികളില്ല. അദ്ദേഹം പറയപ്പോൾ അപ്പോൾ നമ്മളൊരു കഥയിലേക്ക് മാത്രമായിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കച്ചവടം നടക്കുന്ന ജുഹൂദൻ്റെ കടയിലേക്ക് ഒരു മുസ്ലിമിൻ്റെ സഹോദരൻ പോവുകയാണ്. അദ്ദേഹം അന്വേഷിക്കുന്ന സാധനം ഇവിടെയില്ല. വാ റഹനത്തിൽ ഇസ്മുഖ എന്ന് പറഞ്ഞു. അതെൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ട കടയിൽ നിന്ന് അത് മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തൊട്ട കടയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന കേക്കെന്ന് ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ഒരു ബന്ധുക്കാരാവും, അതുകൊണ്ടാണ് എന്നെ മറ്റേ കടയിലേക്ക് പറഞ്ഞു വിടുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം ആ സാധനം മേടിച്ചു, വളരെ കാത്തുനിന്ന് മേടിച്ച് തിരിച്ച് മുസ്ലിമിൻ്റെ കടയിലേക്ക് തന്നെ വന്നു. അപ്പോൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ കടയിൽ ഈ സാധനം ഉണ്ടല്ലോ, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാ റഹീം അത്തൽ അഹിസ്റോ, എൻ്റെ കടയിൽ ഈ സാധനം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് വരെ കച്ചവടം നടന്നിട്ടില്ല. എൻ്റെ കടയിൽ 3-4 കച്ചവടം നടന്നു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ ആ കച്ചവടം നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ കടയിലേക്ക് വിട്ടതെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം തിരിച്ചുകൊണ്ടിരിക്കും, വാ ഇസ്മുക്ക, നിനക്കിതിനൊരു ആചാര്യനുണ്ടോ? ഉണ്ട്. ആരാണ്? ജലാലുദ്ദീൻ. അതാണ് നിൻ്റെ പേര്. എൻ്റെ പേര് അതാണ് ജലാലുദ്ദീൻ. അപ്പോൾ നിൻ്റെ ദീനിൻ്റെ വെളിച്ചമാണ് നിൻ്റെ ദീൻ. ഇതിന് ഈ ചെയ്യേണ്ട ചിട്ടകർമ്മങ്ങൾ എന്തെന്നറിയാമോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. അറിയാം. എന്താണ്? ഞാൻ വെള്ളിയാഴ്ച എൻ്റെ മഹലിലേക്ക് പോയി റാഫിയോതും ഫാത്തിയോതും റഫുലൊക്കെ തോതിയിട്ട് വരുന്നുണ്ട്. ഉടനെ തൊട്ടടുത്ത് നിൽക്കുന്ന കൂട്ടുകാരനോട് ചോദിക്കുക, നീ അമ്പലത്തിൽ പോകണ്ട. എന്ന് വേറൊരു സ്ഥലത്ത് പോകാണ്ട് ഞാനൊന്ന് പോയാൽ അങ്ങനെ ശരിയാവും. അപ്പോൾ അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ച് കൃത്യമാക്കി മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന സനാതന ക്ലാസ്സുകളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാൻ ദയവായിട്ടുള്ള ഈ ഇരിക്കുന്ന ഇത് ഞാൻ എൻ്റെ ഗുരുനാഥനെ അല്ലെങ്കിൽ എൻ്റെ അമ്മയെക്കാളേറെ പ്രായമുള്ള ആൾ അവരെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ കുട്ടികളെയോ പേരക്കിടാങ്ങളെയോ നമ്മുടെ സനാതന ധർമ്മ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. 2, എനിക്കിവിടെ വന്നിട്ടുള്ള ഈസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻസൈഡ് ഓഫ് ദ ടെമ്പിൾ. ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല ഇന്ത്യക്കകത്ത്. അദ്ദേഹം പറഞ്ഞു ചെന്നൈയിലാണെന്ന്. ഞാൻ ടി നഗറിലായിരുന്നു, കമലഹാസൻ്റെ തൊട്ടു വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. 13 വർഷക്കാലം സിനിമാ ഫീൽഡ് ഡെക്കറേഷൻ വർക്കിലായിരുന്നു. അവസാനം ടെമ്പററി ആയിട്ട് ജില്ലാ ഹോസ്പിറ്റൽ ജോലി കിട്ടുമ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവിടെ വന്ന് ഇവിടെ അന്വേഷിച്ച് നമ്മൾ എത്തുന്ന സമയത്താണ് ചില പള്ളികളിൽ നടക്കുന്ന കാര്യങ്ങൾ, ആചാരത്തിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അവിടെ പോകുമ്പോൾ ഒരു വ്യക്തി പറഞ്ഞ 2 കാര്യമുണ്ട്. നമ്മൾ ഈ സമയമുണ്ടോ സമയം? പെട്ടെന്ന് അവസാനിപ്പിക്കുക. നമ്മളെ പോകുമ്പോൾ നമ്മൾ ഏകദേശം 5 ലക്ഷം വർഷങ്ങളായി മനുഷ്യന്മാരുണ്ടാക്കിയിട്ട് എന്നൊക്കെയാണ്, മനുഷ്യന്മാർ ജനിച്ചിട്ടെന്നൊക്കെ പറയുന്നത്. അതല്ല, അവിടെ നിൽക്കട്ടെ. ഞാനൊരു ദിവസം അമ്പലത്തിലേക്ക് വരികയാണ്. അപ്പം നമ്മളുടെ ഇവിടെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ഇവിടെ അത് മേഡം പറഞ്ഞിരുന്നു. ഈ കയറുമ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ പിതാവിൻ്റെ തർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇപ്പോൾ ഈ അമ്പലത്തിലേക്ക് കയറേണ്ട ആ പൗരാണികതയുടെ ഒരു വിൽ പവർ അല്ലെങ്കിൽ ആ ഒരു വേവ്സ് അതിഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ആ പഴയ കെട്ടിടത്തിൻ്റെ മോഡിഫിക്കേഷനൊക്കെ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. പക്ഷേ ഇവിടത്തുള്ള ഇദ്ദേഹം പറഞ്ഞ ഒരു ഫീൽ ഇവിടെ ഉണ്ടെന്ന്. ആ ഒരു ഫീൽ അത് വളരെ നേച്ചുറലാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമായിട്ട് ഞാൻ നിങ്ങൾ അവസാനിപ്പിക്കാം. നമ്മൾ പുരാണങ്ങളൊക്കെ പറഞ്ഞെന്ന് കുറച്ച് നമുക്കിന്ന് വിവരം കൂടി വിവേകമില്ലാണ്ടായിരിക്കുകയാണ് അല്ലേ സ്വാമി? വിവരം കൂടിയിട്ടില്ലേ? അത് അങ്ങനെയല്ലേ, വിവരം കൂടി നമുക്ക് വിവേകമില്ലാണ്ടായിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ മടിയാണ്. 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനുണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന
DNA അല്ലേ, ഡെസനട്ട് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. DNA ചെക്ക് ചെയ്യണമെന്ന് പറയും. എന്താണ് ഈ DNA? സിങ്ക്, സോഡിയം, പരമാംഗനേറ്റ്, ഫോർട്ടിൻ, സിപ്പർട്ടിൻ, അഡ്രാനലിൻ, ഡെക്സൻ തുടങ്ങിയിട്ടുള്ള 68 തരം ന്യൂക്ലിക് ആസിഡുകളുടെ ഒരു സംഗമമാണ് ഡെസനട്ട് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന DNA. ഇന്ന് നമ്മൾ പെട്ടെന്ന് പറയും എന്താ അമ്മയ്ക്ക് തല കറങ്ങി, നോക്കുമ്പോൾ സോഡിയം കുറവ്. 5 ലക്ഷം വർഷങ്ങൾക്ക് ആര് സോഡിയം ഉണ്ടാക്കി? മുമ്പ് ആര് സോഡിയം ഉണ്ടാക്കി? അയ്യോ ചെക്കൻ പെട്ടെന്ന് കോപം വരുന്നു. പാലക്കാട് ഭാഷയിലെ കോപം വന്നിട്ട് ചെക്കൻ കുട്ടിനെ കല്ലെടുത്തെറിഞ്ഞു. എന്ത് നോക്കും, അഡ്രിനാലിൻ കൂടിയിരിക്കുന്നു. 5 ലക്ഷം മുമ്പ് വർഷം ഉണ്ട്. അഡ്രിനാലിൻ അന്ന് ആരുണ്ടാക്കി? ഹൂസ് മാൻ? സയൻറ്റിസ്റ്റ് ആരാണ്? അപ്പം നമ്മൾക്ക് ഏതോ ഒരു പ്രകൃതി ശക്തി ഉണ്ട് എന്നുള്ള വിശ്വാസം പരിപൂർണമായിട്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരു നോട്ടമില്ലാതെ ഈ അണ്ടകടാഹത്തിലെ സർവ്വചരാചരങ്ങൾക്കൊന്നും അനങ്ങാൻ പോലും പറ്റില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇതിനകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെയുള്ള ആചാര്യന്മാരായിട്ടുള്ള 10-24 സുഹൃത്തുക്കൾ എനിക്കിവിടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണപ്പെട്ടു പോകുന്നു. ഞാൻ എൻ്റെ മക്കളോട് ഇന്ന് അതിനെ ഡൈഫോട്ട് ചെയ്ത് വെക്കും. എൻ്റെ പിതൃതർപ്പണം ഇവിടെ ചെയ്യണമെന്ന്. കാരണം എൻ്റെ ആത്മാവ് ഇവിടെ പൂർണ്ണമാകുമെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. കാരണം എന്താ അറിയുമ്പോൾ 10-24 ആചാര്യന്മാരായിട്ടുള്ള കുട്ടികൾ അവർ ചെയ്യുന്ന പ്രവർത്തികൾ, അവരുടെ മന്ത്രോച്ചാരണം, തർപ്പണം ചെയ്യുമ്പോഴുള്ള ഒരു ആത്മാർത്ഥത. പിന്നെ സ്വാമിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ പൊക്കി പറയാണ് പറയും, ഈ പൂടൂർ ഭാഗത്ത് എവിടെ പോയാലും ശ്യാമാണ്, എൻ്റെ പേരും ശ്യാമാണ്. ഞാൻ എന്നെ പറയുകയാണോ വിചാരിച്ചു, നോക്കുമ്പോൾ സ്വാമിനിയാണ് പറയുന്നത്. പിന്നെ അത് ഇവിടെ വന്നിട്ടുള്ള 2 ആചാരങ്ങൾ, അത് മാത്രം ഞാൻ പറഞ്ഞു. നമ്മളുടെ സ്ത്രീകളുടെ വസ്ത്രധാരണം ഇപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാനായിട്ട് സ്ത്രീകൾ ശ്രദ്ധിക്കുക. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ലെഗിൻസ് ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ റോഡിലുണ്ട് ജപം ഭജനയായിട്ട് നമുക്ക് എല്ലാ മാസങ്ങളിലും നമുക്ക് പകർന്നു തരുന്ന ഒരു സ്വാമിയാണ് തിരുനെല്ലായി ഗ്രാമത്തിലെ. അപ്പോൾ അദ്ദേഹം ശേഖരിപുരം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുടുംബസംഗമം അദ്ദേഹത്തിൻ്റെ 2 വാക്കുകളും അത് കഴിഞ്ഞ് ഒരു മംഗള ശ്ലോകത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് കൈകൊട്ടിക്കുളിക്ക് അമ്മമാർ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ശരി, അപ്പോൾ നമുക്ക് മഹാബലി, ഈ മംഗള ശ്ലോകത്തോടു കൂടി മഹാബലി ഇവിടെ എത്തിച്ചേർന്നുണ്ടാവും. മഹാബലിയും വാമനും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്യാംജി പറഞ്ഞ പോലെ എല്ലാ മാസവും 1-ാം തീയതി അടിയനും സംഘത്തിനും ഇവിടെ വന്ന് നാമസങ്കീർത്തനം ചെയ്യുവാനുള്ള അല്ലെങ്കിൽ അവതരിപ്പിക്കുവാനുള്ള സമർപ്പണം ചെയ്യുവാനുള്ള എന്ന് തന്നെ പറയണം. ഭഗവാന് വേണ്ടി സമർപ്പണം ചെയ്യാൻ ഇങ്ങനെയൊരു അവസരവും അതുപോലെ ഭഗവാന്റെ അനുഗ്രഹവും എന്നേക്കും ആ ജഗദീശ്വരൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഈ ഉത്രാട ദിനത്തിൽ ഓണത്തിനെ പറ്റി ഒരു 4 വരി പാടുന്നുണ്ട്. ഈ പാട്ടിൽ തന്നെ ആ ഓണത്തിൻ്റെ മഹിമയും പ്രത്യേകതയും എന്താണെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓണം പൊന്നോണം വേദം സമവേദം ഭാരതാംബയെ പൂവണിയിക്കുന്ന കേളി ഉത്സവമായി ഓണം പൊന്നോണം വേദം സമവേദം ഭാരതാംബയെ പൂവണിയിക്കുന്ന കേളി ഉത്സവമായി ഓണം പൊന്നോണം വേദം സമവേദം.
ആചാര്യസ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് നമ്മുടെ വിവേകാനന്ദ മഹാബലിയുടെ വേഷം ധരിച്ച് നമ്മുടെ മുന്നിൽ. കഴിഞ്ഞ വർഷവും നമുക്ക് ഇതൊരു ഇന്ന് ചരിത്രം പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ആ ചരിത്രത്തെ അഭിനയിപ്പിച്ച് നമ്മൾ ഫലവത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മഹാബലിയുടെ വേഷത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും അത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം ഉത്രാടം കുടുംബ സംഗമത്തെ നമുക്ക് പരിപോഷിപ്പിക്കാം. ഞാൻ ആ രണ്ട് വ്യക്തികളെയും, അതായത് സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരെയും 13-ാം തീയതി പ്രോഗ്രാം കാര്യം എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ അതിന് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ശ്രുതിജി അറിയാം, അവരെയും കുറേ പ്രഭാഷണങ്ങൾ ഞാൻ ഓഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലാണ് വരാൻ കഴിഞ്ഞത് എന്നുണ്ടെങ്കിലും ഈ പരിപാവനമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് എനിക്കിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനും അതിൻ്റെ ഇവിടുത്തെ ഒരു ശബ്ദ മിശ്രണം ചെയ്യാൻ പറ്റിയത് ഗുരുകാരണവന്മാരുടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൂടെ തന്നെ പൂജ്യ ശ്യാംജി, ശ്രുതിജി, അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നോട് ഉണ്ടാവണമെന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നിങ്ങൾ എല്ലാവരോടും. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വഞ്ചിപ്പാട്ടിലൂടെ നമുക്ക് ആർപ്പോ വിളിയോടുകൂടി നമുക്ക് ഗംഭീരമാക്കാം. എന്തായാലും സന്തോഷം.